الرحيم لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة أكرم بقوم أكرموا القرآن وهبوا له الأرواح والأبدان قوم قد اختار الإله قلوبهم لتصير من غرس الهدى بستانا زرعت حروف النور بين شفاههم فتضوعت مسكا يفيض بيانا رفعوا كتاب الله فوق رؤوسهم ليكون نورا في الظلام فكان سبحان من وهب الأجور لأهلها وهدى القلوب وعلم الإنسان സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പണ്ഡിതന്മാരെ, പ്രസ്ഥാന നേതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിസരത്ത് നിന്ന് ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹ സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ നമ്മുടെ സ്രഷ്ടാവായ ഏക രക്ഷിതാവിൽ സൂക്ഷ്മതയും തഖ്വാബോധവുമുള്ളവരായി ജീവിക്കാൻ ശ്രദ്ധയുണ്ടാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട്. അല്പം അകലെ നിന്നാണെങ്കിലും ഇവിടെ വന്ന് നിങ്ങളുമായി ഒത്തുചേർന്ന് ആരും ഇഷ്ടപ്പെടുന്ന, ഏവർക്കും സന്തോഷം മാത്രം നൽകുന്ന പ്രപഞ്ചനാഥൻ്റെ സന്ദേശങ്ങളെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്ത് ഒതുങ്ങി നിന്നുകൊണ്ട്
സംസാരിക്കാൻ അവസരം ലഭിച്ചു എന്നതിൽ അൽഹംദുലില്ലാഹ്. സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഒന്ന്, നിങ്ങളെ പൂർണ്ണമായും ഞാൻ കാണുന്നില്ല എന്നതാണ്. ഈ ഇരുവശത്തും എന്നെ കാണാൻ ഘടിപ്പിച്ചിട്ടുള്ള ലൈറ്റുകൾ കൊണ്ട് നിങ്ങളെ കാണാൻ എനിക്ക് കഴിയാതെ പോകുന്നു. നേരെ മുന്നിലിരിക്കുന്ന അല്പം ചില ആളുകളെ, അതുതന്നെ എന്താ പറയുക, ഒരു നെഗറ്റീവാണ്. അങ്ങനെയാണ് കാണുന്നത്. ഈ ലൈറ്റുകൾ കുറേ നേരം കണ്ടു നിന്നാൽ എനിക്ക് തോന്നുന്നു കണ്ണിന് വേദന ഉണ്ടാവുന്ന. നിരന്തരമായി ഇവിടെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇതൊരു പ്രയാസം തന്നെയായിരിക്കും. ഞാൻ എൻ്റെ രണ്ട് കരങ്ങളും ഇങ്ങനെ വെച്ചാൽ നിങ്ങളെ പൂർണ്ണമായും കാണും. പക്ഷേ അത് ദൂരെ നിന്ന് കാണുന്ന നിങ്ങൾക്ക് സംശയങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് ഞാൻ താഴെ വെക്കാം. രണ്ടാമതൊരു വിഷയം, എൻ്റെ ഭാഷ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുമോ എന്ന ഒരു സംശയം. മനസ്സിലാവും, ഭാഷ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായി, അൽഹംദുലില്ലാഹ്. ഒൻപത് 40 വരെയാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സമയം. അതിനു മുമ്പ് തന്നെ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വമിനല്ലാഹി അത്തൗഫീഖ്. പറയുന്ന കാര്യത്തോട് ഇവിടുന്ന് അങ്ങോട്ട് ജീവിതത്തിൽ പൂർണ്ണമായും നീതി പുലർത്തുവാനും എനിക്കും കേൾക്കുന്ന വിഷയങ്ങൾ നന്മയാണെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് നീങ്ങുവാനും സ്രഷ്ടാവ് നമുക്ക് സന്മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഒരുപാട് ആളുകൾ ഒട്ടേറെ പ്രയാസങ്ങൾ, രോഗങ്ങളായും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. പ്രപഞ്ചനാഥൻ അവർക്കൊക്കെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാതാപിതാക്കളും കുടുംബ ബന്ധുമിത്രാദികളും പലരും ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകി കശ്ഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ മനസ്സിലെ ഈ സമയത്തുള്ള നല്ല അന്തരീക്ഷം അത് നിലനിർത്തി തരണമേ റഹ്മാനെ. സഹോദരി സഹോദരങ്ങളെ, മനുഷ്യ മനസ്സുകളിൽ വർത്തമാന ലോകത്ത് സാഹചര്യത്ത് മതത്തിൻ്റെ പേരിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സങ്കടകരമായ സാഹചര്യമാണുള്ളത്. മതാനുയായികൾ അല്ലെങ്കിൽ മതങ്ങളും മതാനുയായികളും പരസ്പരം സംശയത്തോടെയും ഭയത്തോടുകൂടെയുമാണ് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാനും നോക്കാനും പരസ്പരം സംസാരിക്കാനും ഇടപഴകാനും മതാനുയായികൾക്കിടയിൽ ഒരുപാട് വിഷമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ മതത്തിലോ മതങ്ങളിലോ മതാനുയായികളിലോ അല്പം പോലും തീവ്രമായ നിലപാടുകളോ വർഗീയ ചേരിതിരിവുകളോ ഇല്ലെന്നത് ശരിയാണെങ്കിലും ഏതു കാലത്തും ഉണ്ടാകുന്നത് പോലെ ഈ കാലഘട്ടത്തിലും മതങ്ങൾക്കെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയതോ വലിയതോ ആയ വിഭാഗം ഉണ്ടാകും. വിശേഷിച്ച് വിശുദ്ധ ഖുർആനിനും പ്രവാചകനും ഇസ്ലാമിനും എതിരായി അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്, ഉണ്ടാക്കുന്നവരുമുണ്ട്. മനുഷ്യജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടുപോക്കിന് ഒരു കൃത്യമായ മാർഗദർശനമെന്നോണമാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ മാനവ സമൂഹത്തിനും മാർഗദർശനമാണത്. വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത് പ്രവാചകന്മാരുടെ പരിസമാപ്തി കുറിച്ച് അന്ത്യപ്രവാചകനായി വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 പ്രായമെടുത്തപ്പോൾ 40 പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് ഏകാന്തവാസത്തോട് താല്പര്യം തോന്നുകയും
അല്പം ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം തോന്നുകയും മക്കയിലെ ജബലന്നൂറിലെ ഹിറ എന്ന ഗുഹയിൽ അല്പനാളുകൾ ഇരിക്കുകയും ചെയ്തു. അവിടെയാണ് മാലാഖ ജിബ്രീൽ. പക്ഷേ പ്രവാചകൻ അറിയില്ല ആരാണ്, എന്താണ്, എന്തിനാണെന്നൊന്നും. ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ആഗമനമുണ്ടാകുന്നത് വിശുദ്ധ ഖുർആനിലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നിങ്ങനെ 5 വചനങ്ങൾ ആദ്യമായി അവതീർണമാവുകയാണ്. അവതരണ സമയത്ത് ഭയപ്പാട്, വിറയൽ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ പ്രവാചകൻ അനുഭവപ്പെട്ടിരുന്നു. സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹയിലേക്ക് ഓടിച്ചെല്ലുകയും അവർ സമാശ്വാസം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയങ്ങൾ സൂചിപ്പിക്കുന്നില്ല. മനുഷ്യൻ്റെ സ്വസ്ഥവും സുഖകരവും സമാധാനപരവുമായ ഇഹപര ജീവിതത്തിന് സ്രഷ്ടാവിനെ, നാഥനെ, രക്ഷിതാവിനെ തിരിച്ചറിയണം എന്നതുകൊണ്ട് ആ തിരിച്ചറിവിന് വിജ്ഞാന സമ്പാദനം, ജ്ഞാനാർജനം ആവശ്യമാണ് എന്നതുകൊണ്ട് വായനയിൽ തുടങ്ങിയ ഗ്രന്ഥം അഥവാ വിജ്ഞാന സമ്പാദനത്തിന് ആവശ്യമായ, ജ്ഞാനാർജനത്തിന് ആവശ്യമായ ഘടകങ്ങൾ വിജ്ഞാനം എന്ന പദം തന്നെയും പേന എന്ന പദവും വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവതരണത്തിൻ്റെ തുടക്കം എന്നത് ശ്രദ്ധേയമാണ്. വായിക്കുക എന്ന മറ്റൊരു പ്രയോഗവും. ഇഖ്റ, നീ വായിക്കുക എന്ന്. അറിവാണ് ഒരു സമൂഹത്തിൻ്റെ നന്മയിലുള്ള നിലനിൽപ്പിന് ആധാരമാകുന്നത്. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും സമമല്ലല്ലോ. ഖുർആൻ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അറിവുള്ള സമൂഹത്തിലാണ് സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് നേടണം എന്ന് പ്രപഞ്ചനാഥൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും നൽകുന്ന മാർഗദർശന ഗ്രന്ഥത്തിലെ ആദ്യ പദപ്രയോഗമായി ഉപയോഗിച്ചു. ഇഖ്റ, നീ വായിക്കണം. ഇൽമ് എന്ന പദം അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവനെ പഠിപ്പിച്ചു എന്ന പദം. ഇങ്ങനെ കലം, പേന എന്ന അറിവ് അടുത്ത തലമുറയിലേക്ക് പ്രസരിക്കേണ്ട, ട്രാൻസ്മിഷൻ നടത്തേണ്ട പേന എന്ന പദം. ഇങ്ങനെ അവതരണം ആരംഭിച്ച വിശുദ്ധ ഖുർആൻ തൻ്റെ സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവന് മാത്രം സർവ ആരാധനകളും സമർപ്പിച്ച് കീഴ്വണക്കം പൂർണ്ണമായും അവന് മാത്രം നൽകി ഇഹപര നേട്ടം കൈവരിക്കണം എന്ന് മുഴുവൻ മനുഷ്യരെയും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹവർത്തിത്വത്തിൻ്റെ ഉന്നതമായ പാഠങ്ങളും ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പഠിപ്പിച്ചു വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവമതങ്ങളെയും അവരുടെ ആരാധനകളെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ രീതിശാസ്ത്രങ്ങളെയുമൊക്കെ മാന്യമായി കാണണമെന്നും അവയെ നിങ്ങൾക്ക് അനിഷ്ടമാണെങ്കിലും അന്യായമായ പദപ്രയോഗങ്ങളോ അവഹേളനങ്ങളോ പുച്ഛഭാവമോ അവരോടും ഉണ്ടാവരുതെന്നും പഠിപ്പിച്ച വിശാല വീക്ഷണമുള്ള ഗ്രന്ഥമാണ് പ്രവാചകനിലൂടെ ലോകത്തിന് മുഴുവനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നത്. സമൂഹത്തിലെ അശരണ വിഭാഗം, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ വിഭാഗങ്ങളുണ്ട് മനുഷ്യ സമൂഹത്തിൽ. അനാഥരും അഗതികളുമുണ്ട്. അനാഥത്വം അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അഗതികളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന മിസ്കീനുകളായ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വിധവകളുണ്ട്, സ്ത്രീകളും കുട്ടികളുമുണ്ട്, വൃദ്ധരായ ആളുകളുണ്ട്, മാതാപിതാക്കളുണ്ട്. ഒട്ടേറെ പ്രയാസങ്ങൾ മറ്റു പല വിധത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ജീവിതമാർഗം തടയപ്പെട്ടവരുണ്ട്, ബന്ധനസ്ഥരുണ്ടാകാം, യാത്രക്കാരുണ്ടാകാം, താൽക്കാലിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകളുമുണ്ടാകാം. ഇവരെയൊക്കെ അവരുടെയൊക്കെ ആവശ്യങ്ങളെ
തൻ്റെ ആവശ്യം പോലെ കാണാൻ, അവരുടെ പ്രയാസങ്ങളെ തൻ്റെ പ്രയാസമായി കാണാൻ, അവർക്ക് പരിഹാരമാർഗങ്ങൾ തനിക്ക് പരിഹാരമാർഗം കണ്ടെത്തുന്നത് പോലെ കണ്ടെത്താനും പരിഹാരം നൽകാനും പഠിപ്പിക്കുന്ന വിശാല വീക്ഷണമുള്ള അതിമഹത്തായ ഗ്രന്ഥത്തെക്കുറിച്ചാണ് അല്പം ചില കാര്യങ്ങൾ സഹോദരങ്ങളെ നിങ്ങളോട് എനിക്ക് സംവദിക്കുവാനുള്ളത്, അള്ളാഹുവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ. സഹോദരങ്ങളെ, സഹോദരികളെ, ആശങ്കാജനകമാണ് വർത്തമാന ലോകത്തിൻ്റെ അവസ്ഥ. മനുഷ്യർക്കിടയിൽ സന്മാർഗബോധനത്തിനും ധർമ്മസ്ഥാപനങ്ങൾക്കും പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമെന്ന് പറയാം. ഒരു വശത്ത് തന്നെ സൃഷ്ടിച്ച ഏകനായ നാഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അറബിയിൽ ഖുർആനിൻ്റെ ഭാഷയിൽ തൽക്കാലം ഞാൻ ഉപയോഗിക്കട്ടെ. അല്ലാഹു തന്നെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനായ റബ്ബിൽ നിന്ന് അകന്ന് അവന് മാത്രം സാധനകൾ, ആരാധനകൾ മുഴുവനും സമർപ്പിച്ച് അവനിൽ നിന്ന് മാത്രം ഭയന്ന്, അവനിൽ നിന്ന് മാത്രം തവക്കുൽ പ്രതീക്ഷിച്ച്, അവനിൽ നിന്ന് മാത്രം സഹായം തേടുന്ന പ്രതീക്ഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ആൾദൈവങ്ങളിലേക്കും അതേപോലെ അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്കും വഴിതെറ്റിപ്പോയിരിക്കുന്ന ഒരു വിഭാഗമാണ് ഒരു ഭാഗത്തുള്ളത്. മറ്റൊരു വശത്ത് പരസ്പര സ്നേഹവും സാഹോദര്യവും കാണിക്കേണ്ടതിന് പകരം ഐക്യത്തോടുകൂടെ ഏകോദര സഹോദരങ്ങളായി ജീവിക്കേണ്ടതിന് പകരം മതത്തിൻ്റെയും ജാതിയുടെയും നാടിൻ്റെയും പാർട്ടിയുടെയും മറ്റു പലതിൻ്റെയും വിഭാഗങ്ങളുടെ സംഘടനയുടെ പലതിൻ്റെയും പേരിൽ മനുഷ്യൻ പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമൊക്കെ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ, കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലഹരിക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും അടിപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് ആളുകൾ മറ്റൊരു വശത്തുമുണ്ട്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്കടിച്ച് കലഹിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, ദമ്പതികളുണ്ട്, മാതാപിതാക്കളും മക്കളുമുണ്ട്. മറ്റൊരു വശത്ത് മതത്തിനുള്ളിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് യഥാർത്ഥ മത അധ്യാപനങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്ന് മതത്തിൻ്റെ ശത്രുക്കളെ ഉണ്ടാക്കാൻ വേണ്ടി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും തീവ്രമായ നയനിലപാടുകളും തീവ്ര നയങ്ങളും സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. എല്ലാ മതങ്ങളിലും ആ മതങ്ങളുടെ ഉള്ളിലുള്ളവർ പലരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതിൻ്റെ പേരിൽ കൃത്യമായ ശുദ്ധമായ മതവും അതിൻ്റെ അനുയായികളുമൊക്കെ ആക്രമിക്കപ്പെടുകയോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെയാണ് നമ്മുടെ പ്രമേയം പ്രസക്തമാകുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ വിളി എന്നത്, കോൾ ഓഫ് ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ വിളി എന്തിലേക്കാണ്, എങ്ങനെയാണ് എന്ന് അല്പം ചില കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാഗത്ത് വന്നുപോയേക്കാവുന്ന ഏതെങ്കിലും അബദ്ധങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നവരാണ്, അത് എൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റായി അബദ്ധമായി കാണുകയും അവസരം പോലെ ചൂണ്ടിക്കാട്ടുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 23 വർഷക്കാലം കൊണ്ട് പ്രവാചകന് അവതീർണമായി തീർന്ന വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. പരിശുദ്ധ റമദാൻ വരാൻ പോവാണ്. അല്പനാളുകൾ കൂടെ ആയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റമദാനിൽ അവതീർണമായ വിശുദ്ധ ഖുർആൻ എന്ന് തുടങ്ങുന്ന വചനമുണ്ട് 185-ാം സൂക്തം 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശഹ്റു റമദാനല്ലദീ أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. അടുത്ത ഭാഗം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു സൂചിപ്പിച്ചത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസത്തിലാണ് ഖുർആനിൻ്റെ അവതരണം നടന്നത് എന്ന്.
എന്നിട്ട് ഖുർആനിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. എന്തിനാണ് ഖുർആൻ അവതീർണമായത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം, മുസ്ലിംകളുടെ മാത്രം ഗ്രന്ഥമാണോ? അറേബ്യയിലെ ഉള്ള ആളുകളുടെ, അറബികളുടെ മാത്രം ഗ്രന്ഥമാണോ? മുസ്ലിംകളോട് മാത്രമാണോ ഖുർആനിൻ്റെ സംസാരം? അറബികളോട് മാത്രമാണോ ഖുർആനിൻ്റെ സംസാരം എന്ന സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുന്ന പ്രയോഗമാണ്. വിശുദ്ധ ഖുർആനിനെ നേർക്ക് നേർ കാണുന്ന, പരിചയപ്പെടുന്ന, ഇടപെടുന്ന ഏതൊരാൾക്കും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ നിഷ്പ്രയാസം, എളുപ്പം നീക്കം ചെയ്യാൻ കഴിയും. ഖുർആൻ അവിടെ പറയുന്നത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുമുള്ള മാർഗദർശനമാണ്. മനുഷ്യരായി പിറന്നു വീഴുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മാർഗദർശനമാണ്, വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്ന്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, വ്യക്തമായും വഴി കാണിക്കുന്നതാണ്. സത്യവും അസത്യവും ഏതാണ് എന്ന് വ്യവച്ഛേദിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സർവർക്കുമുള്ള നേർമാർഗ ദർശനമാണ് വിശുദ്ധ ഖുർആൻ. സർവരെയും നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്ന്. ഒന്നുകൂടെ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ സർവരെയും ക്ഷണിക്കുന്നത് നേർമാർഗത്തിലേക്കാണ് എന്ന്. ഖുർആനിൻ്റെ വിളി നേർമാർഗത്തിലേക്കാണെന്ന്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് സന്ദേശങ്ങളെ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ സന്ദേശങ്ങളാണല്ലോ ഖുർആൻ. അവയെല്ലാം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എല്ലാം സമാധാനത്തിലേക്കാണ് ക്ഷണം എന്നതാണ് ഖുർആനിൻ്റെ ക്ഷണം. ഖുർആൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസവും നേരിടേണ്ടി വരില്ല. ഖുർആൻ അരുതെന്ന്, ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യാതിരുന്നാൽ സമാധാനം തന്നെയുള്ളൂ. അത് ചെയ്താൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സമൂഹത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനൊക്കെ കാണാൻ കഴിയും. അല്പം ചില കാര്യങ്ങൾ വിശദീകരിക്കാം. 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഞാൻ ഒരുപാട് ആയത്തുകളും അതിൻ്റെ ആശയവും മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അവിടെ തന്നെ കൃത്യമായും ഞാൻ ഒരുപാട് അറിവുകളോ ഒരുപാട് പുസ്തകങ്ങളോ ഒരുപാട് വിഷയങ്ങളോ അവതരിപ്പിക്കുന്നതിൽ ന്യായമില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഖുർആനിനെക്കുറിച്ച് ഖുർആനിൽ നിന്ന് മാത്രം അല്പം കാര്യങ്ങൾ സംസാരിക്കണം എന്നതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ആഗ്രഹിക്കുന്നതും അതാ. എങ്കിൽ തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടും. 8-ാം അധ്യായം സൂറ അൻഫാലിലെ 24-ാമത്തെ വചനത്തിൽ മുഴുവൻ മനുഷ്യരോടും, പ്രത്യേകിച്ച് വിശ്വാസികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഖുർആൻ പറഞ്ഞതിനെ സ്വീകരിക്കൂ. ഖുർആൻ പ്രചാരണ മാർഗമായി അതിലെ സൂക്തങ്ങൾ എടുത്തുദ്ധരിച്ച് പ്രഭാഷണം നടത്തിയാൽ മാത്രം പോരാ. പ്രബോധന പ്രവർത്തനത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതും അടിസ്ഥാനപരമായും പ്രഥമമായും ഉണ്ടാകേണ്ടത് നിങ്ങൾ പറയുന്നതിലപ്പുറം അതിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കലാണ്. അപ്പോഴാണ് തെറ്റിദ്ധാരണ സമൂഹത്തിന് തിരുത്താൻ കഴിയുന്നത്. അല്ലാതെ പലപ്പോഴും നമ്മളിൽ നിന്ന് കേൾക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ, ഖുർആനിൽ നിന്ന് കേൾക്കുന്ന പലർക്കും നമ്മളിൽ സ്നേഹം കാണാൻ കഴിയുന്നില്ല. നാം സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും കുറിച്ച് പറയുന്നു, പക്ഷേ നാം പരസ്പരം പോരടിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വഴക്കടിക്കുന്നു, രക്തം ചിന്തുന്നു. പലപ്പോഴും ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാതെ പോകുന്നു. സമൂഹം ഖുർആനിനെ തെറ്റിദ്ധരിക്കുന്നു, മുഴുവൻ ആളുകളെയും തെറ്റിദ്ധരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പ്രത്യേകം ഉണർത്തി. എൻ്റെ മുമ്പിലിരിക്കുന്ന, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും, എന്നെയും ഞാൻ ഉണർത്തട്ടെ ആ വചനം കൊണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون يا أيها الذين آمنوا വിശ്വാസികളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും നിങ്ങൾ ഉത്തരം നൽകണം. ഇദാ ദഅാകും ലിമാ യുഹ്യീകും,
നിങ്ങൾക്ക് ജീവസ്സും ഓജസ്സും നൽകുന്ന, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് മാത്രമേ അവർ ക്ഷണിച്ചിട്ടുള്ളൂ. അതിന് നിങ്ങൾ ഉത്തരം നൽകണം. അഥവാ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനിൽ നിങ്ങൾ മദ്യപിക്കരുതെന്ന് സന്ദേശമുണ്ടെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് മദ്യപാനത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് വിരമിക്കാനായിട്ടില്ലയോ എന്ന ചോദ്യം മൂന്നാമത്തെ തവണ കേൾക്കുമ്പോൾ അവരെല്ലാവരും പൂർണ്ണമായും അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ലോകത്തിന്നും മദ്യപാനം എല്ലാവിധ തിന്മകളുടെയും ചാവിയാണ്, താക്കോലാണ്, മാതാവാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച സന്ദേശം നമുക്കൊക്കെ അറിയാം. മദ്യപാനികൾ പോലും ഉണ്ടാകും മദ്യപാനത്തിനെതിരായി പ്രചാരണം നടത്തുന്ന ജാഥയുടെ മുന്നിൽ. അവർക്കും അറിയാം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച്. ഒരുപാട് തിന്മകളിലേക്ക് വഴിതെളിക്കുന്നത് ലഹരി ഉപയോഗമാണെന്ന്. ആ ലഹരി ഉപയോഗം അരുതെന്നും നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് വലിച്ചെറിയരുത്, ആത്മാഹുതി പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സ്വീകരിക്കുമ്പോൾ അത് തനിക്കും കുടുംബത്തിനും നാടിനും ലോകത്തിനും നന്മയായി മാത്രമേ ഭവിക്കുകയുള്ളൂ. നിങ്ങളെ അല്ലാഹുവും അഥവാ എല്ലാം അറിയുന്ന, വരുംവരായികകളെ മുഴുവനും അറിയുന്ന പടച്ച തമ്പുരാനും അവന്റെ സന്ദേശങ്ങൾ നൽകപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ലിമ യുഹ്യീക്കും, നിങ്ങൾക്ക് ജീവസ് നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ് അവ. ഹലാലാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം, വിശുദ്ധ ഖുർആൻ അനുവദനീയമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒന്ന്, അത് അനുവദനീയമാക്കേണ്ടതല്ലായിരുന്നു എന്ന് പറയാൻ ലോകത്താർക്കും ഒരു ശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല. പന്നിമാംസം ഒരു കുഴപ്പമില്ലാത്തതാണ്, കഴിച്ചോളൂ, കഴിക്കാമായിരുന്നു എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. ശാസ്ത്രലോകത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് കൃത്യമായി അറിയാം ഖുർആൻ എന്തിനായിരിക്കും അത് പാടില്ല, ഹറാമാണ് എന്ന് പഠിപ്പിച്ചത് എന്ന് കൃത്യമായി അറിയാം. ഖുർആൻ ഹലാലാക്കിയ, അനുവദനീയമാക്കിയ ഒന്ന്, ഹറാമാക്കിയ ഒന്ന്, അതിന്നും എന്നും ഹറാം തന്നെയായി നിലകൊള്ളും, ഹലാൽ തന്നെയായി നിലകൊള്ളും. അതുകൊണ്ട് നിങ്ങളെ വിശുദ്ധ ഖുർആൻ അഥവാ അല്ലാഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നിങ്ങളെ എന്തൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത്, അഥവാ ജീവൻ ഉള്ള, നിങ്ങളെ ജീവനുള്ളവരാക്കുന്ന, ഊർജ്ജസ്വലരാക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അത് നിങ്ങൾ ഉത്തരം നൽകുക. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അതെല്ലാം സ്വീകരിക്കുന്നതിലൂടെ, പ്രാവർത്തികമാക്കുന്നതിലൂടെ അവൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ദാരിസ്സലാം, സമാധാനത്തിൻ്റെ, സിൽമിൻ്റെ, ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും ലോകത്തേക്കാണ് എന്ന് വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിൻ്റെ വിളിക്കുത്തരം ചെയ്താലുള്ള നേട്ടം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂരി ബിഇذن ربهم إلى صراط العزيز الحميد. കേവലാക്ഷരത്തിൽ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഈ ഗ്രന്ഥം കിതാബുൻ അൻസൽനാഹു ഇലൈക്, പ്രവാചകരെ നിന്നിലേക്ക്, താങ്കളിലേക്ക് അവതീർണമായിട്ടുള്ള, നാം ഇറക്കിത്തന്നിട്ടുള്ള ഈ ഗ്രന്ഥം എന്തിനെന്നറിയുമോ? അതിൻ്റെ ലക്ഷ്യം ആരെങ്കിലും പ്രയാസപ്പെടുത്താനല്ല, അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകണം എന്നതല്ല, അതുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തുക എന്നതല്ല, ഒരു വിഭാഗത്തെ മാത്രം അതിൻ്റെ ആളുകളാക്കി മാറ്റുക എന്നല്ല, വിഭാഗീയതയോ വർഗീയതയോ സൃഷ്ടിക്കുക എന്നതല്ല, മറിച്ച് ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലൻ നൂർ,
മനുഷ്യരാരെങ്കിലും അകപ്പെട്ടു പോയേക്കാവുന്ന അന്ധകാരങ്ങളിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് വിശുദ്ധ ഖുർആനിലെ ആദ്യാന്തമുള്ള സന്ദേശങ്ങളിലൂടെ നിഴലിച്ച് കാണുന്നത് എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 38-ാം സൂക്തത്തിലും അള്ളാഹു ഇതേ കാര്യം തന്നെ വിശദീകരിച്ചു. മനുഷ്യരെ ഭൂമിയിലേക്ക് ജീവിക്കുവാൻ അല്പകാലത്തേക്ക് പറഞ്ഞയച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ മുതലുള്ള അടുത്ത അവസാനം വരെയുള്ള സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് 38-ാം വചനം 2-ാം അധ്യായത്തിൽ. قُلْنَا اهْبِطُوا مِنْهَا جَمِيعًا فَإِمَّا يَأْتِيَنَّكُمْ مِنِّي هُدًى فَمَنْ تَبِعَ هُدَايَ فَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ. നിങ്ങൾക്ക് ഒരു സന്ദേശം വരാനിരിക്കുന്നു. നിങ്ങളുടെ റബ്ബിൽ നിന്ന് അഥവാ എന്നിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു മെസ്സേജ് വരുന്നു, ഒരു ഹുദ, നേർമാർഗദർശനം വരുന്നു. അങ്ങനെ മാർഗദർശനം വരുന്നതിന് ഫമൻ തബിഅ ഹുദായ്, എൻ്റെ മാർഗത്തെ ആരെങ്കിലും പിൻപറ്റുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, യാതൊരു വിഷമവും ദുഃഖവും അവർക്ക് നേരിടേണ്ടി വരികയും ഇല്ല എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, ഈ ഇഹപര സമാധാനം സാധ്യമാക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെ ഓരോന്നോരോന്നായി വിശുദ്ധ ഖുർആൻ ഓരോ അധ്യായങ്ങളിലൂടെ ഒരുപാട് സൂക്തങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗുണകാംക്ഷയോടുകൂടെ ആ കാര്യങ്ങളിലേക്ക് അതിൻ്റെ മുന്നിലെത്തുന്ന മുഴുവൻ മനുഷ്യരെയും ക്ഷണിക്കുകയും ചെയ്യുന്നതായി കാണാം. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൻ്റെ ഇത്ര നേരം നാം പറഞ്ഞ ഒട്ടേറെ വിഷയങ്ങളിലേക്കുള്ള ക്ഷണത്തിൽ അതിപ്രധാനമായ വിളി, പ്രധാനമായ ക്ഷണം സ്രഷ്ടാവിനെ നിങ്ങൾ തിരിച്ചറിയൂ എന്നതിലേക്കാണ്. നിങ്ങൾ സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ ദഅവത്തുൽ ഖുർആൻ ഇലൽ ഈമാനി ബില്ലാഹ്, തന്നെ സൃഷ്ടിച്ച, താൻ ജീവിക്കുന്ന ഭൂമിയെയും തൻ്റെ മുകളിലെ ആകാശത്തെയും ആകാശങ്ങളിലെയും ഭൂമിയിലെയും സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ശക്തിയെ തിരിച്ചറിയണം എന്നതിലേക്കാണ് അതിൻ്റെ ക്ഷണം. അതും ആരെയും നിർബന്ധിക്കാതെ, ബലാത്കാരമൊന്നുമില്ലാതെ. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ ക്ഷണം. ഒപ്പം ജനനം മുതൽ അല്ലെങ്കിൽ മാനവ സമൂഹം മുഴുവനും ഐക്യത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്. ജീവിക്കണം, നിങ്ങൾ അങ്ങനെ ജീവിക്കൂ എന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. അതോട് ചേർത്ത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ തലങ്ങളിലും പാലിക്കപ്പെടേണ്ട നന്മകളിലേക്ക് വിളിക്കുകയാണ്. പക്ഷഭേദമില്ലാത്ത, വിഭാഗീയതകളൊന്നുമില്ലാത്ത സാമൂഹിക സേവന പരസഹായ പ്രവർത്തനങ്ങളിലേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത്. തൗഹീദിലേക്കുള്ള ക്ഷണത്തെക്കുറിച്ച് പറയുന്നത്, സ്രഷ്ടാവിലുള്ള വിശ്വാസത്തിൽ അല്പം പോലും ളുൽമ്, ശിർക്ക് കടന്നുകൂടരുത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടേണ്ടി വരുന്ന നന്മകളും തിന്മകളും പ്രയാസങ്ങളും രക്ഷകളും സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ എന്നെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥനിൽ നിന്നുള്ളതാണ്. അവനോടാണ് ഞാൻ അതിന് പരിഹാരം ചോദിക്കേണ്ടത്. അവനിൽ നിന്ന് മാത്രമാണ് ഞാൻ നന്മകൾ പ്രതീക്ഷിക്കേണ്ടത്. അവന് മാത്രമാണ് ആ വിധത്തിൽ ഭയപ്പെടേണ്ടത് എന്ന കളങ്കമില്ലാത്ത വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. 6-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല 82-ാമത്തെ വചനത്തിലൂടെ കളങ്കമില്ലാത്ത വിശ്വാസമുള്ള ആളുകൾക്കാണ് നിർഭയത്വമുള്ളത് എന്ന് പഠിപ്പിക്കുന്നു. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. കളങ്കമില്ലാത്ത, സംശയമില്ലാത്ത,
കറ പുരണ്ടിട്ടില്ലാത്ത നിഷ്കളങ്കമായ വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് നിർഭയത്വം ഉള്ളത്. നോക്കൂ നിങ്ങൾ, ഒരുപാട് ആരാധ്യന്മാരെ, ഒരുപാട് ദൈവങ്ങളെ, ഒരുപാട് ശക്തികളെ, പ്രകൃതി പ്രതിഭാസങ്ങളാകട്ടെ, മുൻപ് മൺമറഞ്ഞുപോയ മഹാത്മാക്കളോ മറ്റോ ആവട്ടെ, ഏതിനെയാവട്ടെ, ഒന്നിലധികം ശക്തികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും. അവർക്ക് തൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷമം നേരിടേണ്ടി വരുമ്പോൾ അവർ ഭയപ്പാടില്ല. ഇതിപ്പോൾ ആരോടാ പരിഹാരം തേടുക? അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ശക്തികളിൽ, ഒരുപാട് കേന്ദ്രങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നു. അവർക്ക് സന്താനലബ്ധിയില്ലാതെ പോകുമ്പോൾ അവർ ഒരുപാട് കേന്ദ്രങ്ങളിൽ ചെന്ന് നേർച്ച വഴിപാടുകൾ അർപ്പിക്കേണ്ടി വരുന്നു. സങ്കടങ്ങൾ ആരോടും പറഞ്ഞിട്ട് തീർക്കാൻ കഴിയുന്നില്ല. ഏകനായ ഒരേ ഒരു സ്രഷ്ടാവിനെ മാത്രം വിശ്വാസമർപ്പിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ്. എല്ലാം അവനിൽ സമർപ്പിച്ചു. അവൻ കാണുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്, അവൻ എല്ലാം കേൾക്കുന്നവനാണ്. അതുകൊണ്ട് അവനെ പൂർണ്ണമായും, അല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഏകനാണ്, അവനെ എല്ലാം ആശ്രയിക്കേണ്ടി വരുന്നു, അവൻ ആരെയും ആശ്രയിക്കേണ്ടതല്ല. അഥവാ ഏകനായ ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരാത്ത, എന്നാൽ എല്ലാം അങ്ങോട്ട് ആശ്രയിക്കുന്ന, ജനിച്ചിട്ടില്ലാത്ത, ജനിപ്പിച്ചിട്ടില്ലാത്ത, അഥവാ സന്താനങ്ങളില്ലാത്ത, സമന്മാരായി മറ്റൊന്നും മറ്റാരുമില്ലാത്ത ശക്തിയേതോ അവനാണ് നമ്മുടെ സ്രഷ്ടാവ്. അവനെ ഖുർആനിൻ്റെ ഭാഷയിൽ, അറബി ഭാഷയിൽ അൽ ഇലാഹ് എന്നതിൽ നിന്ന് രൂപപ്പെട്ട അള്ളാഹ് എന്ന പദം ഉപയോഗിച്ച് വിളിക്കാം. ഏറ്റവും നല്ല നാമമായി ഖുർആൻ അങ്ങനെ പഠിപ്പിക്കുന്നു. റബ്ബ് എന്ന് വിളിക്കാം, രക്ഷിതാവെന്ന് വിളിക്കാം, മലയാളത്തിൽ ദൈവമെന്നോ ഈശ്വരനെന്നോ വിളിക്കാം, പരബ്രഹ്മമെന്ന് വിളിക്കാം, ഹുദ എന്ന് വിളിക്കാം, ഗോഡ് എന്ന് വിളിക്കാം. ഏറ്റവും നല്ല നാമങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ